ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലൊരു അവസ്ഥ വേറൊരു കസ്റ്റമറിനും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ്. ഈ കിണറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കിണർ താഴേക്ക് ഇരിപ്പോയിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക നഷ്ടം കസ്റ്റമറിന് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു ഘടന അനുസരിച്ചിട്ട് ഫുള്ള് റിങ് ഇറക്കി സെറ്റ് ചെയ്തൊരു കിണറാണ്. അതുപോലെ തന്നെ ഈ കിണറ്റിലെ വെള്ളത്തിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്. അപ്പം ഈ കിണറ്റിലെ മോട്ടർ ഷിഫ്റ്റ് ചെയ്ത് ഈ പുതിയ കിണറ്റിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന വർക്കാണ് നമുക്ക് ഇന്നിവിടെ ചെയ്യാനുള്ളത്. അത്യാവശ്യം നല്ല ലെങ്തിൽ പൈപ്പിംഗ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ട് സെലക്ട് ചെയ്തേക്കുന്ന കൃഷി ആവശ്യങ്ങൾക്കായതുകൊണ്ട് നല്ല ഡെപ്തിലാണ് പൈപ്പ് ചെയ്യുന്നത്. യാതൊരു കാരണവശാലും കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൈപ്പിനൊരു ഡാമേജ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഡെപ്തിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നത്. അപ്പം വർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ പഴയ ഈ കിണറിന് കസ്റ്റമറിന് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നില്ല, വേറൊരു മാർഗ്ഗമില്ല. അത്യാവശ്യം നല്ല രീതിയിലൊരു സാമ്പത്തിക നഷ്ടം കസ്റ്റമറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്കൊക്കെ ഏകദേശം നല്ല കംപ്ലീറ്റ് ആയി വരുന്നു. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ കേബിളിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേബിൾ റീപുൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സിൻഡെക്സിൻ്റെ ബോക്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു അലക്കൽ ഇവിടെ ഒരു നിർമ്മിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ടാപ്പ് പോയിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസുകൾക്കും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.